കേരളത്തിന്റെ വാണിജ്യ സാമ്പത്തിക തലസ്ഥാനമായാണ് കൊച്ചി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ ഒരു പ്രധാന തുറമുഖ നഗരവും വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രവുമാണിത്. ഷിപ്പിംഗ്, ടൂറിസം, പെട്രോ കെമിക്കൽസ് എന്നിവയാണ് പ്രധാന വ്യവസായങ്ങൾ. വ്യാപാരത്തിലൂടെ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന കൊച്ചിയുടെ സ്ഥാനം അതിനെ സംസ്കാരങ്ങളുടെ സംഗമസ്ഥാനമാക്കി മാറ്റി. ഊർജ്ജസ്വലമായ വ്യവസായങ്ങളും ശക്തമായ ടൂറിസം മേഖലയും ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും നഗരത്തിലുണ്ട്. സമ്പന്നമായ പൈതൃകവും സാമ്പത്തിക പ്രാധാന്യവുമുള്ള കൊച്ചി കേരളത്തിലും ഇന്ത്യയിലും നിർണായക പങ്കുവഹിക്കുന്നു. കൊച്ചി ഉപേക്ഷിക്കാൻ സർക്കാരിനെ നിർബന്ധിതരാക്കുന്ന ഒരു വലിയ ദുരന്തമെന്ന ആശയം നഗരപ്രതിരോധത്തെയും ദുരന്ത നിവാരണത്തെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നു. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തമായാലും രാസചോർച്ച പോലുള്ള മനുഷ്യനിർമ്മിത ദുരന്തമായാലും ആഘാതം ഗുരുതരമായിരിക്കും. സജീവമായ ആസൂത്രണം, ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വേഗത്തിലുള്ള പ്രതികരണ സംവിധാനങ്ങൾ എന്നിവയുടെ ആവശ്യകത ഒഴിപ്പിക്കുന്നതിനുള്ള സാധ്യത ഊന്നിപ്പറയുന്നു. അപ്രതീക്ഷിത പ്രതിസന്ധികളെ നേരിടാൻ സർക്കാരും പൗരന്മാരും എത്രത്തോളം തയ്യാറാണെന്ന് അത്തരമൊരു സാഹചര്യം തെളിയിക്കുന്നു. കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനിക വികസനവും ചരിത്രപരമായ പ്രാധാന്യവും സംയോജിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളം, തുറമുഖം, വിപുലമായ റോഡ്, റെയിൽ ശൃംഖലകൾ എന്നിവയുൾപ്പെടെ നന്നായി ബന്ധിപ്പിച്ച ഗതാഗത സംവിധാനമാണ് നഗരത്തിനുള്ളത്. അതിൻ്റെ സ്കൈലൈനിൽ വാണിജ്യ കെട്ടിടങ്ങൾ, പാർപ്പിട മേഖലകൾ, വ്യാവസായിക മേഖലകൾ എന്നിവ ഉൾപ്പെടുന്നു. മത്സ്യബന്ധനം, ടൂറിസം, ഷിപ്പിംഗ് വ്യവസായങ്ങൾ എന്നിവയ്ക്ക് തീരപ്രദേശങ്ങൾ പിന്തുണ നൽകുന്നു. 6 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള കൊച്ചി സാമ്പത്തിക അവസരങ്ങൾ തേടുന്ന നാട്ടുകാരെയും കുടിയേറ്റക്കാരെയും ആകർഷിക്കുന്നു. വ്യാപാരം, വിനോദസഞ്ചാരം, IT, ഉൽപ്പാദനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്ന ഇതിൻ്റെ സമ്പദ് വ്യവസ്ഥ കേരളത്തിലെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമായി മാറുന്നു. കൊച്ചിയുടെ തീരപ്രദേശം അതിനെ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളതാക്കുന്നു. ഇടയ്ക്കിടെയുള്ള കാലവർഷ വെള്ളപ്പൊക്കം നഗരത്തിന് വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും സമുദ്രനിരപ്പ് ഉയരുന്നതും വെള്ളപ്പൊക്കത്തെയും തീരദേശ മണ്ണൊലിപ്പിനെയും കൂടുതൽ വഷളാക്കും. അപൂർവമാണെങ്കിലും അടുത്തുള്ള ടെക്ടോണിക് ഫോൾട്ട് സോണുകൾ കാരണം സുനാമികൾ ഒരു ഭീഷണിയാണ്. കേരളത്തിൽ ഭൂകമ്പങ്ങൾ അപൂർവമാണെങ്കിലും കൊച്ചിയുടെ പഴക്കം ചെന്ന അടിസ്ഥാന സൗകര്യങ്ങളെ സാരമായി ബാധിക്കും. വ്യാവസായിക അപകടങ്ങൾ, രാസചോർച്ച, പ്രധാന തുറമുഖങ്ങളിൽ നിന്നുള്ള എണ്ണച്ചോർച്ച തുടങ്ങിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും കൊച്ചി നേരിടാം. COVID-19 പോലുള്ള പകർച്ചവ്യാധികൾ നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തടസ്സപ്പെടുത്തും. ന്യൂ ഓർലിയൻസിലെ കത്രീന ചുഴലിക്കാറ്റ്, ജപ്പാനിലെ ഫുക്കുഷിമ ദുരന്തം തുടങ്ങിയ സംഭവങ്ങൾ നഗരങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കാണിക്കുന്നു. ശക്തമായ ദുരന്ത തയ്യാറെടുപ്പുകളുടെയും പ്രതിരോധ ശേഷിയുടെയും ആവശ്യകത ഊന്നിപ്പറയുന്നു. ഒരു ദുരന്തം കൊച്ചിയെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുക എന്നതാണ് സർക്കാരിന്റെ ആദ്യപടി. അധികൃതർ അടിയന്തര നിരീക്ഷണ സംവിധാനങ്ങൾ, കാലാവസ്ഥാ അപ്ഡേറ്റുകൾ, പ്രാദേശിക ടീമുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്നിവ ഉപയോഗിക്കും. ദുരന്തബാധിത പ്രദേശങ്ങൾ, മരണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശനഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ ദുരന്തത്തിന്റെ തോത് വിലയിരുത്താൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന പ്രാദേശിക ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കും. ഭീഷണി സ്ഥിരീകരിച്ച ശേഷം സർക്കാർ പൊതുസുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദുർബലമായ പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ബസ്സുകൾ, ട്രെയിനുകൾ, വിമാനങ്ങൾ തുടങ്ങിയ ഗതാഗതം താമസക്കാരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുകയും ചെയ്യും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം, താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾ എന്നിവ നൽകും. എമർജൻസി ടീമുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും പരിക്കേറ്റവരെ മെഡിക്കൽ സ്റ്റാഫ് ചികിത്സിക്കുകയും ചെയ്യണം. ഫലപ്രദമായ ഏകോപനത്തിനായി പ്രാദേശിക അധികാരികൾ, സൈനിക സേനകൾ, റെഡ് ക്രോസ് പോലുള്ള മാനുഷിക ഏജൻസികൾ എന്നിവയുമായി സർക്കാർ പ്രവർത്തിക്കും. ഒഴിപ്പിക്കൽ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ക്രമസമാധാനം നിലനിർത്തൽ എന്നിവയിൽ സൈന്യം സഹായിക്കും. ആഗോള സംഘടനകൾ പിന്തുണ നൽകിക്കൊണ്ട് വിഭവ വിടവുകൾ നികത്താൻ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിക്കാം. ജനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള വേഗത, കാര്യക്ഷമത, അനുകമ്പ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൊച്ചി പോലുള്ള ജനസാന്ദ്രതയുള്ള ഒരു നഗരത്തെ ഒഴിപ്പിക്കുന്നതിന് നല്ല ഏകോപിതവും വലിയ തോതിലുള്ളതുമായ ശ്രമം ആവശ്യമാണ്. താഴ്ന്ന തീരപ്രദേശങ്ങൾ പോലുള്ള ദുർബലമായ പ്രദേശങ്ങൾ അധികൃതർ തിരിച്ചറിയുകയും താമസക്കാരെ വേഗത്തിലും സുരക്ഷിതമായും ഒഴിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള താൽക്കാലിക അഭയകേന്ദ്രങ്ങളിലേക്കോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കോ ആളുകളെ മാറ്റുന്നതിനായി ബസ്സുകൾ, ട്രെയിനുകൾ, ബോട്ടുകൾ, വിമാനങ്ങൾ തുടങ്ങിയ ഗതാഗത വിഭവങ്ങൾ സമാഹരിക്കണം. കാര്യക്ഷമതയും ന്യായബോധവും ഉറപ്പാക്കിക്കൊണ്ട് ഇത്രയും വലിയ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാകും. ആയിരക്കണക്കിന് ആളുകളെയും സ്വത്തുക്കളെയും മാറ്റിപ്പാർപ്പിക്കുന്നത് വലിയ വെല്ലുവിളികൾ ഉയർത്തും. എല്ലാവരെയും ഒരേ സമയം മാറ്റുന്നത് ഗതാഗതത്തെ അമിതമായി ബാധിക്കുമെന്നതിനാൽ നിരവധി താമസക്കാരെ ഘട്ടം ഘട്ടമായി ഒഴിപ്പിക്കേണ്ടി വരും. ഒഴിപ്പിക്കൽ മേഖലകളിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ആരോഗ്യ സംരക്ഷണം, നിയമനിർവഹണം, യൂട്ടിലിറ്റികൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾക്ക് ശ്രദ്ധാപൂർവം ആസൂത്രണം ആവശ്യമാണ്. സാമ്പത്തിക തകർച്ച കുറയ്ക്കുന്നതിന്
ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും ഏകോപനം ആവശ്യമാണ്. അഭയം, ഭക്ഷണം, വൈദ്യസഹായം എന്നിവ നൽകുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ, സ്കൂളുകൾ, സർക്കാർ കെട്ടിടങ്ങൾ തുടങ്ങിയ താൽക്കാലിക വാസസ്ഥലങ്ങൾ സ്ഥാപിക്കണം. ശുചിത്വം, രോഗപ്രതിരോധം, സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ ഈ ക്യാമ്പുകളിൽ നിർണായകമായിരിക്കും. എല്ലാ ഒഴിപ്പിക്കപ്പെട്ടവർക്കും ന്യായമായ പ്രവേശനം ഉറപ്പാക്കുന്നതിന് ഭക്ഷണം, വെള്ളം, അവശ്യ വസ്തുക്കൾ എന്നിവ ഉൾക്കൊള്ളുന്ന സഹായ വിതരണം പ്രാദേശികവും അന്തർദേശീയവുമായ മാനുഷിക മാർഗങ്ങളിലൂടെ കൈകാര്യം ചെയ്യണം. കൊച്ചിയെ ഉപേക്ഷിക്കുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും. സംസ്ഥാനത്തെ പ്രധാന തുറമുഖമെന്ന നിലയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പ്രധാന കയറ്റുമതി കൈകാര്യം ചെയ്യുന്ന കൊച്ചി വ്യാപാരത്തിന് പ്രധാനമാണ്. ഈ വ്യാപാര കേന്ദ്രം തടസ്സപ്പെടുത്തുന്നത് വരുമാനത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കുകയും പ്രാദേശിക ബിസിനസ്സുകളെയും ദേശീയ കയറ്റുമതിയെയും ബാധിക്കുകയും ചെയ്യും. കപ്പൽ നിർമ്മാണം, പെട്രോ കെമിക്കൽസ്, മറ്റു നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ പ്രധാന വ്യവസായങ്ങൾക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഇത് കമ്പനികൾ സ്ഥലം മാറ്റുന്നതിനോ അടയ്ക്കുന്നതിനോ ഇടയാക്കുകയും വ്യാപകമായ തൊഴിൽ നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും. കൊച്ചിയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ ടൂറിസവും കനത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ചരിത്രപരമായ സ്ഥലങ്ങൾ, തീരദേശ സൗന്ദര്യം, ഊർജ്ജസ്വലമായ ഹോസ്പിറ്റാലിറ്റി മേഖല എന്നിവയിലൂടെ നഗരം ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഈ വലിയ അളവിലുള്ള ഒരു ദുരന്തം ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ കൊച്ചിയുടെ പ്രശസ്തിയെ ശാശ്വതമായി നശിപ്പിക്കുകയും ദീർഘകാല സാമ്പത്തിക സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരു ദുരന്തത്തിന് ശേഷം കൊച്ചിയോട് പ്രതികരിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള സാമ്പത്തിക ചെലവ് വളരെ വലുതായിരിക്കും. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായ ഒഴിപ്പിക്കലും വൈദ്യസഹായവും സംസ്ഥാന വിഭവങ്ങൾ ഇല്ലാതാക്കും. അതേസമയം ദീർഘകാല വീണ്ടെടുക്കലിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിനും കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് സർക്കാർ മറ്റു മേഖലകളിൽ നിന്ന് പണം റീഡയറക്ട് ചെയ്യേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ കൊച്ചി ഉപേക്ഷിക്കുന്നത് വിതരണ ശൃംഖലകളെയും വ്യാപാര പാതകളെയും തടസ്സപ്പെടുത്തുകയും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുകയും ചെയ്യും. മേഖലയുടെ സ്ഥിരതയ്ക്കും വീണ്ടെടുക്കലിനും സഹായിക്കുന്ന സാമ്പത്തിക പിന്തുണ, സാങ്കേതിക വൈദഗ്ധ്യം, ലോജിസ്റ്റിക് സഹായം എന്നിവ നൽകുന്നതിൽ അന്താരാഷ്ട്ര സഹായവും സംഘടനകളും പ്രധാനമാണ്. കൊച്ചി ഉപേക്ഷിക്കുന്നതിന്റെ സാമൂഹികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. താമസക്കാർ അഭൂതപൂർവമായ തോതിൽ ആഘാതവും കുടിയൊഴിപ്പിക്കലും നേരിടേണ്ടി വരും. വീടുകൾ, പ്രിയപ്പെട്ടവർ, ജോലികൾ എന്നിവ നഷ്ടപ്പെടുന്നത് അഗാധമായ വൈകാരിക വേദനയ്ക്കും കാരണമാകും. ഇത് വ്യാപകമായ ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും നയിക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ പലായനം ചെയ്യുകയും ഭാവിയെക്കുറിച്ച് ഭയവും അനിശ്ചിതത്വവും സൃഷ്ടിക്കുകയും ചെയ്യും. പലപ്പോഴും മതിയായ വിഭവങ്ങളോ പിന്തുണയോ ഇല്ലാതെ അപരിചിതമായ പ്രദേശങ്ങളിൽ തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കാൻ പലരും പാടുപെടും. വീടുകളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ടതിനാൽ ദീർഘകാല മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിജീവിച്ചവർക്ക് ആഘാതത്തെ നേരിടുമ്പോൾ PTSD, ഉത്കണ്ഠ, വിഷാദം, മറ്റു മാനസിക വെല്ലുവിളികൾ എന്നിവ അനുഭവപ്പെടാം. കുട്ടികൾ, പ്രായമായവർ, നിലവിലുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർ തുടങ്ങിയ ദുർബലരായ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ അപകട സാധ്യതയുണ്ടാകും. കുടുംബങ്ങൾ വേർപെടുകയും അയൽപ്പങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ കൊച്ചിയിലെ സാമൂഹിക ബോധത്തെ ആഴത്തിൽ ബാധിക്കും. സാമൂഹിക ഘടന പുനർനിർമ്മിക്കാൻ വർഷങ്ങളെടുക്കും. കുടിയൊഴിപ്പിക്കപ്പെട്ട താമസക്കാർ സ്ഥിരതയുള്ള വീടുകൾ കണ്ടെത്താൻ പാടുപെടും. കൂടാതെ ചരിത്രപരമായ ലാൻഡ്മാർക്കുകളും പാരമ്പര്യങ്ങളും ഉൾപ്പെടെയുള്ള സാംസ്കാരിക പൈതൃകത്തിന്റെ നഷ്ടം നഗരത്തിന്റെ സ്വത്വത്തെ കൂടുതൽ ദുർബലപ്പെടുത്തും. ദുരന്തത്തിന് ശേഷം പലായനം ചെയ്ത നിരവധി നിവാസികൾ മെച്ചപ്പെട്ട അവസരങ്ങളും സ്ഥിരതയും തേടി കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്കോ കുടിയേറിയേക്കാം. ഇത് ഈ മേഖലയിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. കൊച്ചി ഉപേക്ഷിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാതം വ്യാപകമായിരിക്കും, പ്രത്യേകിച്ച് മലിനീകരണത്തിലും മാലിന്യ സംസ്കരണത്തിലും. ഒരു വലിയ ദുരന്തത്തിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടതോടെ ജൈവവും അജൈവവുമായ വലിയ അളവിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും ശുചിത്വവും നിർമ്മാർജ്ജന പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും. ശേഖരിക്കാത്ത മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കുകയും പരിസ്ഥിതിയെ നശിപ്പിക്കുകയും ചെയ്യും. നിയന്ത്രണം പരാജയപ്പെട്ടാൽ തുറമുഖ ഉൽപ്പാദന മേഖലകൾ ഉൾപ്പെടെയുള്ള വ്യാവസായിക മേഖലകളും മലിനീകരണ ഹോട്ട്സ്പോട്ടുകളായി മാറിയേക്കാം. ഇത് രാസചോർച്ച, എണ്ണച്ചോർച്ച അല്ലെങ്കിൽ അപകടകരമായ മാലിന്യങ്ങൾ ഭൂമിയിലേക്കും വെള്ളത്തിലേക്കും പ്രവേശിക്കുന്നതിലേക്ക് നയിക്കുന്നു. കണ്ടൽക്കാടുകൾ, കായലുകൾ, തീരപ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ കൊച്ചിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ശാശ്വതമായ നാശനഷ്ടമുണ്ടായേക്കാം. തീരദേശ സംരക്ഷണത്തിലും ജൈവ വൈവിധ്യത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന കണ്ടൽക്കാടുകൾ വെള്ളപ്പൊക്കം, വ്യാവസായിക മലിനീകരണം, അവഗണന എന്നിവയാൽ നശിപ്പിക്കപ്പെടാം. പരിസ്ഥിതിക്കും വിനോദസഞ്ചാരത്തിനും പ്രധാനമായ കായലുകൾ അനിയന്ത്രിതമായ മാലിന്യങ്ങൾ, അവശിഷ്ടങ്ങൾ, ജലത്തിന്റെ ഗുണനിലവാരത്തിലെ മാറ്റങ്ങൾ എന്നിവയാൽ തടസ്സപ്പെടുകയും മത്സ്യങ്ങളുടെയും മറ്റു വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ദുരന്തത്തിന് ശേഷം പരിസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതും സംരക്ഷിക്കുന്നതും ദീർഘകാല വീണ്ടെടുക്കലിന് നിർണായകമാകും. കണ്ടൽക്കാടുകൾ പുനർനിർമ്മിക്കുക, മലിനജലം വൃത്തിയാക്കുക, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നിവ ശ്രമങ്ങളിൽ ഉൾപ്പെടും. സുസ്ഥിര രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭാവി തലമുറകൾക്കായി മേഖലയിലെ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും
പുനരുദ്ധാരണവും ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി ഏജൻസികളും NGOകളും നിർണായകമാകും. കൊച്ചിയിലെ ദുരന്തങ്ങൾ പ്രവചിക്കുന്നതിലും ഒഴിപ്പിക്കുന്നതിലും വീണ്ടെടുക്കുന്നതിലും സാങ്കേതികവിദ്യ പ്രധാനമാണ്. നൂതന കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് ഇമേജറി, AI അധിഷ്ഠിത മോഡലുകൾ എന്നിവ പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാൻ സഹായിക്കും. പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാനും സമയബന്ധിതമായി ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും അധികാരികളെ പ്രാപ്തരാക്കും. തത്സമയ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരിതബാധിത പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനും അടിയന്തര പ്രതികരണങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഡ്രോണുകളും റിമോട്ട് സെൻസിംഗ് സാങ്കേതികവിദ്യയും ഉപയോഗിക്കാം. ഒരു ദുരന്തത്തിന് ശേഷം കൊച്ചി പുനർനിർമ്മിക്കുന്നതിൽ ഇന്നൊവേഷൻ നിർണായകമാകും. മെച്ചപ്പെട്ട വിഭവ മാനേജ്മെന്റ്, ഗതാഗത ഒഴുക്ക്, അടിയന്തര സേവനങ്ങൾ എന്നിവയ്ക്കായി സംയോജിത അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്മാർട്ട് സിറ്റികൾ എന്ന ആശയം കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു നഗരം സൃഷ്ടിക്കാൻ സഹായിക്കും. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾക്ക് സുസ്ഥിര വസ്തുക്കളും ഊർജ്ജ കാര്യക്ഷമമായ സംവിധാനങ്ങളും ഉപയോഗിച്ച് പഴയ ഘടനകളെ മാറ്റിസ്ഥാപിക്കാൻ കഴിയും. ഭാവിയിലെ പ്രതിസന്ധികളിൽ നിന്ന് കൊച്ചിക്ക് വേഗത്തിൽ കരകയറാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിന് വെള്ളപ്പൊക്ക പ്രതിരോധം, ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന വാസ്തുവിദ്യ, മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണം എന്നിവ പ്രതിരോധശേഷി ആസൂത്രണത്തിൽ ഉൾപ്പെടും. ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ നഗര അടിസ്ഥാന സൗകര്യങ്ങൾ ദുരന്തരഹിതമാക്കുന്നതിന് പ്രധാന മുൻഗണന നൽകണം. സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ, ഹരിത ഇടങ്ങൾ, കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്നതിലൂടെ കേരളത്തിലെ ഭാവി നഗരങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങളോട് കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാകാൻ കഴിയും. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നേരിടുമ്പോഴും സുഖം പ്രാപിക്കുക മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു നഗരം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിനർത്ഥം. ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കൊച്ചിയുടെ ഭാവി ദുരന്തത്തിന്റെ അളവിനെയും സർക്കാരിന്റെ ദീർഘകാല ആസൂത്രണത്തെയും ആശ്രയിച്ചിരിക്കും. നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിരമാക്കുന്നതിലും ക്രമേണ വലിയ പുനർവികസന പദ്ധതികളിലേക്ക് പുരോഗമിക്കുന്നതിലും ആരംഭിച്ച് നഗരത്തെ പുനർനിർമ്മിക്കുകയോ വീണ്ടും ജനവാസമുള്ളതാക്കുകയോ ചെയ്യുന്നത് ഒരു ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയായിരിക്കും. സുസ്ഥിരതയിലും ദുരന്ത പ്രതിരോധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആധുനിക നിർമ്മാണ രീതികൾ അനിവാര്യമാണ്. ഭാവിയിലെ വെല്ലുവിളികളെ നേരിടുന്നതിനായി സ്മാർട്ട് സിറ്റി പരിഹാരങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ രൂപകൽപ്പനകൾ, പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കൊച്ചിയെ കൂടുതൽ പ്രതിരോധശേഷിയുള്ളതാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകണം. പ്രധാന സർക്കാർ ഓഫീസുകൾ, ബിസിനസ്സുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയുടെ സ്ഥലം മാറ്റം ആവശ്യമാണ്. തിരുവനന്തപുരം പോലുള്ള സമീപ പ്രദേശങ്ങളിലോ കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലോ താൽക്കാലിക സ്ഥലമാറ്റം സംഭവിക്കാം. നഗരം സുഖം പ്രാപിക്കുമ്പോൾ ബിസിനസ്സുകൾ തിരിച്ചു വന്നേക്കാം. എന്നാൽ ഭാവിയിലെ ദുരന്തങ്ങളുടെ അപകട സാധ്യത കൂടുതലാണെങ്കിൽ ചില വ്യവസായങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും സ്ഥിരമാക്കാൻ തിരഞ്ഞെടുക്കാം. കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിനായി സാംസ്കാരിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യേണ്ടതുണ്ട്. കേരളത്തിന്റെ സ്വത്വത്തിലും ദേശീയ പ്രതിച്ഛായയിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗണ്യമായിരിക്കും. കേരളത്തിന്റെ സാമ്പത്തിക കേന്ദ്രവും സാംസ്കാരിക ചിഹ്നവുമാണ് കൊച്ചി. അതിന്റെ ഉപേക്ഷിക്കലും പുനർനിർമ്മാണവും സംസ്ഥാനത്തിന്റെ ആഗോള പ്രതിച്ഛായയെ പുനർനിർമ്മിക്കുകയും പ്രതിരോധശേഷിയും പുതുമയും ഉയർത്തിക്കാട്ടുകയും ചെയ്യും. എന്നിരുന്നാലും പ്രത്യേകിച്ച് നഗരവുമായി ആഴത്തിലുള്ള സാംസ്കാരികവും കുടുംബപരവുമായി ബന്ധമുള്ളവർക്ക് ഇത് നഷ്ടബോധം സൃഷ്ടിക്കും. ചുരുക്കത്തിൽ, ഒരു ദുരന്തത്തെ തുടർന്ന് സർക്കാരിന് കൊച്ചി ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നഗരത്തെ മാത്രമല്ല കേരളത്തെയും ഇന്ത്യയെയും ബാധിക്കും. വൻതോതിലുള്ള ഒഴിപ്പിക്കൽ, ഗണ്യമായ സാമ്പത്തിക നഷ്ടങ്ങൾ, വലിയ സാമൂഹിക തകർച്ച എന്നിവ അടിയന്തര പ്രത്യാഘാതങ്ങളിൽ ഉൾപ്പെടും. കൊച്ചി പുനർനിർമ്മിക്കുന്നതിന് കൂടുതൽ ഊർജ്ജസ്വലമായ നഗരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സ്മാർട്ട് സിറ്റി സാങ്കേതിക വിദ്യകളും പരിസ്ഥിതി സൗഹൃദ ഡിസൈനുകളും പോലുള്ള വിശാലമായ സാമ്പത്തിക വിഭവങ്ങളും നൂതന പരിഹാരങ്ങളും ആവശ്യമാണ്. നഗരത്തിന്റെ പാരിസ്ഥിതികവും സാമൂഹികവും സാംസ്കാരികവുമായ ഘടനയ്ക്ക് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കുടിയൊഴിപ്പിക്കലും പൈതൃക നഷ്ടവും അവിടുത്തെ ജനങ്ങളെ ആഴത്തിൽ ബാധിക്കും. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദുരന്ത തയ്യാറെടുപ്പ്, നഗരപ്രതിരോധം, സജീവമായ ആസൂത്രണം എന്നിവയുടെ അടിയന്തര ആവശ്യകത ഈ സാഹചര്യം എടുത്തു കാണിക്കുന്നു. ഇത്തരം അങ്ങേയറ്റത്തെ സംഭവങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന് സമൂഹങ്ങൾ പ്രതിരോധശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം നടത്തണം. പ്രകൃതിദത്തമോ വ്യാവസായികമോ ആയ ദുരന്തങ്ങളെ നേരിടാൻ കഴിയുന്ന കെട്ടിടങ്ങളും സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്യുക. സർക്കാരുകൾ ശക്തമായ അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾക്ക് മുൻഗണന നൽകുകയും പ്രതിസന്ധി ഉണ്ടായാൽ വേഗത്തിലും ഏകോപിതവുമായ നടപടി ഉറപ്പാക്കുകയും വേണം. കൂടാതെ ഹരിത ഇടങ്ങൾ, ദുരന്തത്തെ പ്രതിരോധിക്കുന്ന രൂപകൽപ്പനകൾ, സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ എന്നിവ സമന്വയിപ്പിക്കുന്നത് പോലുള്ള സുസ്ഥിര നഗര വികസന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഭാവിയിലെ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ സഹായിക്കും. അപകട സാധ്യതകൾ മനസ്സിലാക്കാനും തയ്യാറാകാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ദുരന്ത നിവാരണ തയ്യാറെടുപ്പുകളിൽ പൊതുജന അവബോധവും സാമൂഹിക പങ്കാളിത്തവും അനിവാര്യമാണ്. കൊച്ചിയുടെ കാര്യത്തിൽ പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ ഭാവി വെല്ലുവിളികളെ നേരിടാൻ നഗരം മികച്ച രീതിയിൽ സജ്ജമാണെന്ന് ഉറപ്പാക്കുന്നതിൽ ദീർഘകാല ആസൂത്രണം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നഗര ആസൂത്രണത്തിൽ കാലാവസ്ഥാ പ്രതിരോധം ഉൾപ്പെടുത്തുക, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക, ദുരന്ത നിവാരണ പ്രോട്ടോക്കോളുകൾ ശക്തിപ്പെടുത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടും. ഒരു സമൂഹം എന്ന നിലയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരന്തങ്ങൾ കൂടുതൽ ആവർത്തിക്കുകയും തീവ്രമാവുകയും ചെയ്യുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, അവയുടെ പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും നാം തയ്യാറാകണം.
അത്തരം സാഹചര്യങ്ങൾക്കായി ഇപ്പോൾ തയ്യാറെടുക്കുന്നത് നമ്മുടെ നഗരങ്ങളെ സംരക്ഷിക്കാനും അവയുടെ ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കാനും കഴിയും. കൊച്ചി പോലുള്ള തീരദേശ നഗരങ്ങളിൽ ദുരന്ത നിവാരണത്തിലുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.